എൻ്റെ വോയിസ് കേൾക്കാമോ? യെസ് സർ, കേൾക്കുന്നുണ്ട് സാറേ. റൈറ്റ്. ഞാൻ നോട്ട്സ് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇന്നത്തെ സാറേ, നോട്ട്സ് നോട്ട് നോക്കട്ടെ. 7 നോട്ട് പേജ് ഉണ്ട്. ഇട്ടിട്ടുണ്ടല്ലേ? നോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ കാണിക്കേണ്ടതുണ്ടോ നോട്ട്? വേണ്ട, ഞാൻ പറഞ്ഞോളാം. ജസ്റ്റ് അത് ഞാൻ നോട്ട് നോക്കിയാൽ മതി. ഞാൻ പ്രിന്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാ പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. സോഷ്യൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ഇറ്റ്സ് റെസൊല്യൂഷൻ. ബ്ലോക്ക് 3 MPC04 അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജിയിൽ ബ്ലോക്ക് 3 യൂണിറ്റ് 4 ആണ്. റൈറ്റ്? യെസ് സർ. തുടങ്ങാമല്ലോ. നമുക്ക് തുടങ്ങാം. ഇല്ല, സോഷ്യൽ കോൺഫ്ലിക്റ്റ് ആയിക്കോട്ടെ, വന്നോട്ടെ. ശരി, ഇൻട്രൊഡക്ഷൻ. നോട്ട്സ് നോക്കിക്കോണം. ഞാൻ പ്രിൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. നോട്ട്സ് നോക്കുക. റൈറ്റ്. ഇൻട്രൊഡക്ഷൻ. സോഷ്യൽ കോൺഫ്ലിക്റ്റ്. ഈ സോഷ്യൽ കോൺഫ്ലിക്റ്റിൻ്റെ വേറൊരു പേരാണ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. റൈറ്റ്? സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഓർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഈസ് എ സോഷ്യൽ സിറ്റുവേഷൻ ഓർ ഫിനോമിനൻ where different groups constituting the society are opposing each other to promote their own interests at the cost of others. അതായത് പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട്. ഈ ഒരു ഗ്രൂപ്പ് മറ്റ് ഗ്രൂപ്പുകളെ അവർ ഒപ്പോസ് ചെയ്ത് സ്വന്തം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി, സ്വന്തം ഗ്രൂപ്പിൻ്റെ തീരുമാനങ്ങളും അവരുടെ ഐഡിയോളജിയും അവരുടെ അജണ്ടയും മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് ഒന്നിനെയാണ് ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു മീനിങ് എന്ന് പറയുമ്പോൾ, social conflict is also evident when one social group compares its gains and feels that it is being marginalized by other groups. മറ്റു ഗ്രൂപ്പുകൾ തരം താഴ്ത്തിയിരിക്കുകയാണ് എന്നുള്ള ഒരു ഫീലിംഗ്, or when it perceives that it is being deprived of what is duly available to other groups in the society. മറ്റു ഗ്രൂപ്പുകൾക്കെല്ലാം കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്, പക്ഷേ ഈ ഒരു ഗ്രൂപ്പിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സാധിക്കാൻ പറ്റുന്നില്ല എന്നൊരു ഫീലിംഗ് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. ഈ രണ്ട് തരത്തിലുള്ളതാണ് ഈ സോഷ്യൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ഇതിൻ്റെ രണ്ട് ഡെഫിനേഷനുണ്ട്. ഡെഫിനേഷൻ അതുപോലെ തന്നെ അറിയണം. അതിൻ്റെ വേർഡിങ് ഇതാണ്. രണ്ടാമത്തെ സെക്ഷനാണത്, പേജ് 1. നേച്ചർ ഓഫ് സോഷ്യൽ കോൺട്രാക്റ്റ്. അതിലെ ഡെഫിനേഷനിൽ നോട്ട് നോക്കുക. ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. നോട്ട് റെഫർ ചെയ്യുക. സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഓർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് വെൻ 2 or more ആക്ടേഴ്സ് ഒപ്പോസ് ഈച്ച് വൺ അനദർ. അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പോസ് ചെയ്യുകയാണ്. ഇൻ സോഷ്യൽ ഇൻട്രാക്ഷൻ, റെസിപ്രോക്കലി എക്സേർട്ടിങ് സോഷ്യൽ പവർ in an effort to attain scarce or incompatible goals and prevent the other from attaining them. അതായത് നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാനുണ്ട്. അധികം സ്കേഴ്സ് ആയിട്ടുള്ള ചില റിസോഴ്സസ് നമുക്ക് കിട്ടാനുണ്ട്. അത് നമുക്ക് മാത്രമേ കിട്ടാവുള്ളൂ, എതിർകക്ഷിക്ക് കിട്ടാൻ പാടില്ല. അപ്പോൾ അതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നു. അത് ഒരു ഡെഫിനേഷനാണ്. രണ്ടാമത്തെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്, ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഓർ സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഈസ് എ സോഷ്യൽ റിലേഷൻഷിപ്പ് വെയറിൻ ദി ആക്ഷൻ ഈസ് ഓറിയൻറ്റഡ് ഇൻറ്റൻഷനലി. അതൊരു ഇൻറ്റൻഷണൽ ആക്ഷനാണ്. ഫോർ ക്യാരിങ് ഔട്ട് ദി ആക്ടേഴ്സ് ഓൺ വിൽ, സ്വന്തം വില്ല് ക്യാരി ഔട്ട് ചെയ്യാനായിട്ടുള്ളത്. എഗെയിൻസ്റ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് അതർ പാർട്ടി ഓർ എ പാർട്ടീസ്. മറ്റ് എതിർഭാഗത്തിൻ്റെ അവരുടെ റെസിസ്റ്റൻസ് വകവയ്ക്കാതെ നമ്മുടെ ഈ വില്ല് അങ്ങോട്ട് എൻഫോഴ്സ് ചെയ്യാൻ നോക്കുന്നത്, അതിനെയും സോഷ്യൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നു. ഈ രണ്ടും ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം. ഇനി എന്താണ് ഈ ഫോംസ് ഓഫ് സോഷ്യൽ കോൺഫ്ലിക്റ്റ്? എ സോഷ്യൽ കോൺഫ്ലിക്റ്റ് മേ ടേക്ക് ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ ഡിഫറെൻറ്റ് മാനേഴ്സ്. പല ടൈപ്പ് ഓഫ് ഫോംസ് ഉണ്ട്. അതിൽ 3 ഫോംസ് ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. 1 ഓവേർട്ട് കോൺഫ്ലിക്റ്റ്, 2 ഒബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ്, 3 സബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ്. ഇതിലെ പോയിന്റ്സ് ആയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള പോയിന്റ്സ്. എന്താണ് ഈ ഓവേർട്ട് കോൺഫ്ലിക്റ്റ്? ഇൻ ദിസ് ഫോം സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഈസ് ഓപ്പൺ ആൻഡ് എക്സ്പ്ലിസിറ്റ്. ഓവേർട്ട് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥമേ അതാണ്. അത് കവേർട്ടല്ല, രഹസ്യമായിട്ടുള്ളതല്ല. ഇറ്റ് ഈസ് ഓപ്പൺ. സോ ദ കോൺഫ്ലിക്റ്റ് ഹിയർ ഈസ് ഓപ്പൺ ആൻഡ് എക്സ്പ്ലിസിറ്റ്. ഗ്രൂപ്പിലിട്ടിരിക്കുന്ന നോട്ട്സ് റെഫർ ചെയ്യുക. പേജ് 2 ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നോട്ടിൽ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ബോത്ത് പാർട്ടീസ് ഈസ് ഫിയേഴ്സ് ആൻഡ് ഡയറക്റ്റ്. രണ്ട് പാർട്ടിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്
തീവ്രമായിട്ട് വളരെ ഫിയേഴ്സുമാണ്, നേരിട്ടുള്ള ഡയറക്റ്റുമായിട്ടുള്ള കോമ്പറ്റീഷനാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദി എക്സ്പ്ലിസിറ്റ് എയിം ഇസ് ടു ഡിഫീറ്റ് ദ ഒപ്പോണന്റ് ആൻഡ് എൻഷുർ വൺസ് വിക്ടറി. മറുഭാഗത്തിനെ തോപ്പിക്കുക, നമ്മൾ ജയിക്കുക. ഇതാണ് ഈ ഓവേർട്ട് കോൺഫ്ലിക്റ്റിന്റെ ലക്ഷ്യം. അടുത്തത് ഒബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ്. എന്താണ് ഈ സെക്കൻഡ് ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ്? Objective conflict occurs when one group tries to gain advantage over another group or groups. ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിന് മേൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്ക് മേൽ അഡ്വാൻറ്റേജ്, അതായത് അവർ ഒരു മേൽക്കോയ്മ കൊണ്ടുവരാനായിട്ട് നോക്കുന്നു. അതാണ് ഒബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റിലെ പ്രധാന പോയിന്റ്. എ സോഷ്യൽ സിറ്റുവേഷൻ ഇൻഹറൻ്റ്ലി ബെനിഫിറ്റ്സ് സം വൈൽ കോസിങ് ലോസ് ടു അതേഴ്സ്. കുറച്ചു പേർക്ക് മാത്രം ഗെയിൻ ഉണ്ടാവുന്നു, മറ്റുള്ളവർക്കെല്ലാം ലോസ് ഉണ്ടാവുന്നു. അങ്ങനത്തെ ഒരു ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് ഒബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് സബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ്. വെൻ എ പേഴ്സൺ ഐഡൻറ്റിഫൈസ് ഓർ പെർസീവ്സ് എ സിറ്റുവേഷൻ ഇൻവോൾവിങ് സ്ട്രഗിൾ, ഇറ്റ് ഈസ് നോൺ ആസ് എ സബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ്. അതായത് ഒരാൾ സ്വന്തമായിട്ട് ഒരു ഒരു സിറ്റുവേഷൻ, ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സ്ട്രഗിൾ, ഒരു സിറ്റുവേഷൻ ആൾ പെർസീവ് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ഒരു ചുറ്റുപാടിൽ ഇറ്റ് ഈസ് നോൺ ആസ് എ സബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ്. അതായത് സബ്ജക്റ്റീവാണ്. ഇറ്റ് ഈസ് ഒരാളിൽ നിന്ന് തുടങ്ങുന്നതാണ്. ആ ഒരു ആളിൽ കേന്ദ്രീകരിച്ചിട്ടാണ് അത് നിൽക്കുന്നത്. സംടൈംസ് നോട്ട് റെഫർ ചെയ്യുക, ഗ്രൂപ്പിലിട്ടിരിക്കുന്നത് പേജ് 2 ആണ് നമ്മളിപ്പോൾ നോട്ടിൽ നോക്കുന്നത്. Sometimes a person remains in a state of subjective struggle without bringing it to overt level. പുള്ളിയുടെ ഇതിൽ തന്നെ ആയിരിക്കും പുള്ളി നിൽക്കുന്നത്. അത് പരസ്യമായിട്ട് മറ്റുള്ളവരെ അറിയിക്കുകയോ പരസ്യമായിട്ട് കാണിക്കുകയോ ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവാം സബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റിൽ. പോയിന്റ്സ് ഇത്രയും മാത്രമേ അറിയേണ്ട കാര്യങ്ങളുള്ളൂ. ഓവേർട്ട് കോൺഫ്ലിക്റ്റ് എന്താണ്, ഒബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്താണ്, സബ്ജക്റ്റീവ് കോൺഫ്ലിക്റ്റ് എന്താണ്. ഇനി അടുത്തത് നാലാമത്തത് സെക്ഷനാണ് മെത്തേഡ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. എങ്ങനെ ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് ഇല്ലാതാക്കാം, കോൺഫ്ലിക്റ്റ് എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളത്. അതിന് കുറേ സെക്ഷൻസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും നാല് സെക്ഷൻസാണ് അവിടെ ഉള്ളത്. അഞ്ച് സെക്ഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് മ്യൂച്വലി ബെനിഫിഷ്യൽ ഗോൾ. പരസ്പരം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ലക്ഷ്യമായിട്ട് നമുക്ക് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. എന്താണ് ഈ മ്യൂച്വലി ബെനിഫിഷ്യൽ ഗോൾ? എ കോമൺ അപ്രോച്ച് ടു അമീലിയോറേറ്റ് സോഷ്യൽ കോൺഫ്ലിക്റ്റ് ഈസ് ടു എസ്റ്റാബ്ലിഷ് മ്യൂച്വലി ബെനിഫിഷ്യൽ ഗോൾസ്. അതായത് ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റ്, അതായത് ഒരു സംഘർഷ അവസ്ഥ നമുക്ക് ദൂരീകരിക്കാൻ പറ്റാവുന്നത് രണ്ടു പേർക്കും ലാഭകരമായ ഒരു ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് മ്യൂച്വലി ബെനിഫിഷ്യൽ ഗോൾ. രണ്ട് വശത്തിനും ലാഭകരമായ ഒരു ലക്ഷ്യത്തിൽ കൈവരിക്കുക. അങ്ങനെ കൈവരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാനായിട്ട് പറ്റും. കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പം സംഘർഷാവസ്ഥ. Such goals prompt the warring parties to work in close cooperation and help reduce the feelings of a group struggle. അപ്പോൾ അങ്ങനത്തെ ഒരു മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ചുറ്റുപാടിൽ രണ്ട് ഭാഗവും മ്യൂച്വലായിട്ട് അവർ കോപ്പറേറ്റ് ചെയ്യുന്നു. അവരുടെ ഈ അഗ്രസീവ് ഫീലിങ്സ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കിനുള്ള ഫീലിങ്സ് കുറയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കോംപ്രമൈസ്. അപ്പം രണ്ടാമത്തെ മെത്തേഡാണിത്, കോംപ്രമൈസ് എന്ന് പറയുന്നത്. കോംപ്രമൈസിലെ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ്? റീച്ചിങ് എ കോംപ്രമൈസ് ബിറ്റ്വീൻ ദ ടു പാർട്ടീസ് ഓൾസോ ലീഡ്സ് ടു റിഡക്ഷൻ ഓഫ് സ്ട്രഗിൾ. രണ്ട് പാർട്ടികൾ തമ്മിൽ കോംപ്രമൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ സംഘർഷാവസ്ഥ കുറയ്ക്കാൻ പറ്റും. ദ റിഡക്ഷൻ ഓഫ് സ്ട്രഗിൾ. കോംപ്രമൈസ് ഇസ് എ സിറ്റുവേഷൻ വെയർ നോ പാർട്ടി സ്റ്റാൻഡ്സ് ടു ഗെയിൻ ഓർ ലൂസ് എനിത്തിങ്. കോംപ്രമൈസ് എന്ന ചുറ്റുപാടിൽ രണ്ട് ഭാഗങ്ങളും അവരൊന്നും ലാഭം അവർക്ക് ഉണ്ടാവുന്നില്ല, അവർക്ക് നഷ്ടവും ഉണ്ടാവുന്നില്ല. Thus it gradually leads to reduction in struggle. അവർ തമ്മിലുള്ള സംഘർഷാവസ്ഥ തന്മൂലം കുറയുന്നു. ഇനി അടുത്തത് മൂന്നാമത്തേതെന്ന് പറയുന്നത് തേർഡ് മെത്തേഡ് ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഈസ് ഡെവലപ്പിംഗ് സ്പെഷ്യൽ നോംസ്. ചില പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കി സംഘർഷാവസ്ഥ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആൻഡ് സ്ട്രഗിൾ ക്യാൻ ബി ഹാൻഡിൽഡ് ത്രൂ ഡെവലപ്പിംഗ് സ്പെഷ്യൽ നോംസ്. ചില പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കി നമുക്ക് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുള്ളത്, ഇൻ എ ഗെയിം, ഫോർ എക്സാമ്പിൾ ഇൻ എ ഗെയിം ദ ക്വസ്റ്റ്യൻ ഓഫ് ഹൂ വിൽ ടേക്ക് എ ഫസ്റ്റ് ടേൺ മേ ബി സെറ്റിൽഡ് ബൈ ലീവിങ് ഇറ്റ് ടു ദ അമ്പയർ.
ഒരു ഗെയിമിൽ ആരാണ് ഫസ്റ്റായിട്ട് ആ ഗെയിം തുടങ്ങേണ്ടത് എന്നുള്ള തീരുമാനം ഇപ്പം എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ വഴക്കിടേണ്ടതെന്ന് പകരം ഒരു അമ്പയറിനെ വിട്ടുകൊടുക്കുക ആ തീരുമാനം എടുക്കാനായിട്ട്. ഉദാഹരണം കോയിൻ ടോസ് ചെയ്ത് കണ്ടുപിടിക്കുക, ഹെഡ്സ് ആണോ ടെയിൽസ് ആണോ, അപ്പോൾ തീരുമാനിക്കുക അവരാണ് ആദ്യം ഗെയിം തുടങ്ങേണ്ടതെന്നുള്ളത്. സോഷ്യൽ കണ്ടീഷൻസ് wherein both parties have the ability and will to influence each other lend themselves to such interventions. അതായത് രണ്ട് പേർക്ക്, അതായത് രണ്ട് പാർട്ടിക്കും ദേ ഹാവ് ദ എബിലിറ്റി ആൻഡ് വിൽ ടു ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു 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 അവസ്ഥ ഉള്ളപ്പോൾ ആ ഒരു ചുറ്റുപാട് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, കാര്യങ്ങൾ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. അടുത്ത് നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രോ സോഷ്യൽ ബിഹേവിയർ. പ്രോ സോഷ്യൽ ബിഹേവിയർ സാധാരണ ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്, അത് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ. ബിഹേവിയർ ദാറ്റ് ക്രിയേറ്റ്സ് സം കൈൻഡ് ഓഫ് പോസിറ്റീവ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എമംഗ് അതേഴ്സ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്ന ഒരു ബിഹേവിയറിനെയാണ് പ്രോ സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഗിവിങ് ചാരിറ്റി, വർക്കിംഗ് ഫോർ ദ വെൽഫെയർ ഓഫ് അതേഴ്സ്, ഹെൽപ്പിംഗ് അതേഴ്സ് ഇൻ ഡിസ്ട്രസ്. ചാരിറ്റിക്ക് കൊടുക്കുന്നത്, മറ്റുള്ള വെൽഫെയറിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്, ഡിസ്ട്രസ്സിലുള്ളവർ, ഉള്ളവരെ സഹായിക്കുക, അതൊക്കെ പ്രോ സോഷ്യൽ ബിഹേവിയറാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വെൻ മെമ്പേഴ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി എൻഗേജ് ഇൻ സം കൈൻഡ് ഓഫ് പ്രോ സോഷ്യൽ ബിഹേവിയർ ടുവേർഡ്സ് മെമ്പേഴ്സ് ഓഫ് അതർ കമ്മ്യൂണിറ്റി. അതായത് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾ മറ്റൊരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോട് ഒരു പ്രോ സോഷ്യൽ ബിഹേവിയറിൽ പെരുമാറുകയാണ് എങ്കിൽ it has direct impact on their perception and opinion about them. രണ്ട് ഭാഗത്തിനും അവരുടെ ഓരോരുത്തരുടെ പെർസെപ്ഷൻ, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ഒപ്പീനിയൻ എന്തൊക്കെയാണെന്നുള്ളത് കൂടുതൽ മനസ്സിലാവാനായിട്ട് പറ്റും മറ്റ് ഗ്രൂപ്പിനെ കുറിച്ച്. ആൻഡ് റിസൾട്ട്സ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ദ റിഡക്ഷൻ ഓഫ് ഫീലിങ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് സ്ട്രഗിൾ. രണ്ട് ഗ്രൂപ്പും തമ്മിലുള്ള വഴക്ക് തന്മൂലം കുറയ്ക്കാൻ പറ്റും. ഒരു പ്രോ സോഷ്യൽ ബിഹേവിയറായിട്ട് ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ സഹായിക്കുകയാണെങ്കിൽ അതൊരു പോയിന്റ് മനസ്സിലാക്കിയിരിക്കേണ്ട. ഇനി അടുത്തത്, when an individual engages in pro-social behavior, that is when a person is involved in helping a person in distress. അതായത് ഒരു വ്യക്തി പ്രോ സോഷ്യൽ പറയൂ. നേരത്തെ സാർ ഈ കോൺഫ്ലിക്റ്റ് പരിഹരിക്കാനുള്ള വഴികളൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ മെറ്റീരിയൽ ഉള്ളത് തന്നെയാണ്? ഇതെല്ലാം മെറ്റീരിയൽ ഉള്ളതാണ്, എല്ലാം മൊത്തം മെറ്റീരിയലിലെ വാക്കുകളാണ്, എല്ലാം മെറ്റീരിയൽ ഉള്ളതാണ്. ആ മെയിൻ പോയിന്റ്സ് മാത്രം ഇത് എടുക്കുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 4 ആണ്. ഇത് ഒന്നും പുറത്തുനിന്നുള്ള സെന്റൻസുകളല്ല, ഇതെല്ലാം നോട്ടിലുള്ള സെന്റൻസുകൾ ഡിറ്റോ, ആ മെയിൻ പോയിന്റ് ആയിട്ടുള്ള സെന്റൻസുകൾ മാത്രമാണ്. ഒരു പോയിന്റും പുറത്തുനിന്നില്ല. നമ്മുടെ നോട്ടിലുള്ള എക്സാക്ട് സെന്റൻസസ് ആണ്, മെയിൻ ആയിട്ടുള്ള ആ സെന്റൻസ് മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. പോയിന്റ് ഫോം ആണ്. യൂണിറ്റ് 3 അല്ലേ? ഇത് യൂണിറ്റ് 4 ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 4 ആണ്. പോയിന്റ് ഫോം ആണ്. ഈ പോയിന്റുകൾ എക്സാക്ട് വേർഡിംഗ് ആണ് നോട്ടിലെ. സോറി, ഞാൻ ബ്ലോക്ക് 4 യൂണിറ്റ് 4 എടുത്തു, അവിടെ ഇതേ വിഷയം പറയുന്നുണ്ട്, അവിടെ കാണുന്നില്ല. സോറി, ഉണ്ട്, അവിടെയും കോൺഫ്ലിക്റ്റ് ഉണ്ട്. ബ്ലോക്ക് 4 കോൺഫ്ലിക്റ്റ് ഉണ്ട്. നമ്മൾ ഇപ്പം ബ്ലോക്ക് 3 യൂണിറ്റ് 4 ആണ്. അപ്പോൾ അടുത്ത് ഇനി when an individual engages in pro social behavior, അതായത് പ്രോ സോഷ്യൽ ബിഹേവിയറിൽ ഒരു ഇൻഡിവിജ്വൽ എൻഗേജ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സമൂഹത്തിന് ഒരു നന്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ, അതായത് ദാറ്റ് ഈസ് when an individual is involved in helping a person in a distress, അതായത് ഒരു ആപത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ദ പേഴ്സൺ പാസസ് ത്രൂ 4 stages. 4 സ്റ്റേജിൽ കൂടെ പാസ് ചെയ്യുകയാണ്. ആ 4 സ്റ്റേജ് നമ്പർ ചെയ്ത് തന്നിട്ടുണ്ട്, അത് അതുപോലെ നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. 1, the individual takes stock of the seriousness of the condition or situation in which help is to be given. മറുഭാഗത്തിൻ്റെ എത്ര സീരിയസ് ആണ്, മറുഭാഗത്തിൻ്റെ ആ കഷ്ടത അല്ലെങ്കിൽ ആ വേദനാജനകമായ ആ ചുറ്റുപാടിൻ്റെ എത്ര കൂടുതലാണ് എന്നുള്ളത് ഒന്ന് അസസ് ചെയ്യുക. ടേക്ക് സ്റ്റോക്ക് ഓഫ് ദ സീരിയസ്നെസ്. 2, the individual takes responsibility for the helping another person. ഈ സഹായിക്കാൻ വന്നിരിക്കുന്ന ആള് ഹി ടേക്സ് ദ റെസ്പോൺസിബിലിറ്റി, സഹായിക്കാൻ വേണ്ടിയുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. 3, the individual enters a state where he wishes to help the person in distress. അപ്പം പുള്ളി സ്വമേധയാ ഒരു മാനസിക അവസ്ഥയിലോട്ട് വരുന്നു, മാനസികവും ഒരു ഇതില്ല, അതായത് മറ്റാളെ സഹായിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നു.
The person recognizes the fact that the individual is capable of helping another person. അതായത് മറ്റൊരാളെ സഹായിക്കാൻ പറ്റും എന്നുള്ള ഒരു തീരുമാനം പുള്ളിക്ക് ശക്തമായിട്ട് ഉണ്ടാകുന്നു. ഈ 4 സ്റ്റേജാണ് ഇവിടെ ഉള്ളത്. ഈ 4 സ്റ്റേജ് ടെക്സ്റ്റിൽ നമ്മുടെ നോട്ടിൽ തന്നിട്ടുള്ളതാണ്. അറിഞ്ഞിരിക്കുക എന്താണ് ഈ 4 സ്റ്റേജ്. പ്രോ സോഷ്യൽ ബിഹേവിയറിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാൾ എന്ത് സ്റ്റേജുകൾ 4 സ്റ്റേജിൽ കൂടെ പാസ് ചെയ്യണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവയിലോ അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ 4 പോയിന്റുകൾ. അടുത്തത് പേജ് 4. പേജ് 4ൽ നമ്മൾ ഈ 5ാമത്തെ മെത്തേഡാണ് പറയണത്. ഫോർ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, യൂസ് ഓഫ് സയൻറ്റിഫിക് അപ്രോച്ചസ്. സയൻറ്റിഫിക് അപ്രോച്ച് വഴിയും ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ പറ്റും. അതിൽ 3 സെക്ഷനാണ് അവിടെ ഉള്ളത്. വിൻ ലൂസ് അപ്രോച്ച്, ലൂസ് അപ്രോച്ച്, ലൂസ് വിൻ അപ്രോച്ച്. ഈ 3 അപ്രോച്ചാണ് സയൻറ്റിഫിക് അപ്രോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 3 എന്തൊക്കെയാണെന്ന് നോക്കാം. വിൻ ലൂസ് അപ്രോച്ച്, പേജ് 4 ആണ്. വിൻ ലൂസ് അപ്രോച്ച്. വൺ പാർട്ടി ഓർ ഗ്രൂപ്പ് adopts different methods, means and approaches aimed at ensuring defeat of opponent party and victory for themselves. ഏത് വഴി കൂടെ എതിർഭാഗത്തിനെ തോപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മൾ ജയിക്കണം, മറുഭാഗം തോറ്റേ പറ്റും. സാർ അതില് വിൻ വിന്നും വിൻ ലൂസും രണ്ടല്ലേ? ഒരു വിൻ വിൻ ഉണ്ടാവില്ലേ? നമ്മളിപ്പം ഈ ടെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റിൽ ഈ 3 തന്നിരിക്കുന്നത്. വിൻ ലൂസും ലൂസ് വിന്നുമാണ് തന്നിരിക്കുന്നത്. വിൻ വിൻ ഇവിടെ ഇപ്പം പറയുന്നില്ല. വിൻ വിൻ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ നമ്മുടെ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ 3 അല്ല, വിൻ ലൂസും ലൂസ് വിന്നും ഒന്ന് തന്നെയല്ലേ? ഇല്ല, വിൻ വിൻ നമ്മൾ 2 ഭാഗവും ജയിക്കുകയാണ്. ഞാനും ഈ ആദ്യത്തെ വിൻ എന്ന് പറയുന്നത് ഒരു വശം, 2ാമത്തെ വിൻ എന്ന് പറയുന്നത് മറുഭാഗമാണ്. രണ്ടും ജയിക്കുകയാണ്. ഇതിപ്പം വിൻ ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിൻ ചെയ്യണു, മറുഭാഗം ലൂസ് ചെയ്യുന്നു. ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഗവും തോക്കണു. ലൂസ് വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ഇപ്പോൾ ആദ്യത്തെ ആളെന്നുണ്ടെങ്കിൽ ഞാൻ ലൂസ് ആവുന്നു, മറുഭാഗം ജയിക്കുന്നു. അതാണ് അർത്ഥം. വിൻ വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജയിക്കുന്നു, മറുഭാഗവും ജയിക്കുന്നു. ആ പോയിന്റ് ഇവിടെ, ആ സെക്ഷൻ ഇവിടെ വരുന്നില്ല. ഇവിടെ വരുന്ന സെക്ഷൻ പറയുന്നത് ഇവിടെ എയും സിയും പറഞ്ഞത് സെയിം അല്ലേ? അതായത് വിൻ ലൂസും ലൂസ് വിന്നും പറഞ്ഞത് സെയിം അല്ലേ എന്ന് ചോദിക്കുന്നത്. അല്ല, ഇതിപ്പം ഞാനാണ് ആദ്യം, ഞാനാണ് ആദ്യത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മറുഭാഗം ഇപ്പോൾ സാറാണെന്ന് വയ്ക്കുക. എനിക്ക് ഇപ്പം വിൻ ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ജയിക്കേണ്ടത്, ഞാനാണ് വിൻ ചെയ്യുന്നത്, അത് സാറ് തോക്കുകയാണ്. ലൂസ് വിൻ എന്ന് പറഞ്ഞാൽ ഞാൻ തോക്കുകയാണ്, സാർ വിൻ ചെയ്യാണ്. രണ്ടാണ്. വിൻ ലൂസിന് ഞാൻ ജയിക്കുകയാണ്. ഇപ്പം ഞാനും സാറുമാണ് 2 ഭാഗങ്ങൾ. വിൻ ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജയിക്കുന്നു, കാരണം ഞാനാണ് ആദ്യത്തെ ആള്, ഞാൻ ജയിക്കുന്നു, സാറ് തോക്കണം. ലൂസ് വിൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആൾ ഞാനല്ലേ, ഞാൻ തോക്കുന്നു, സാറ് ജയിക്കുന്നു. അപ്പോൾ ഈ 3 അപ്രോച്ച്, ഇനി ലൂസ് 2 പേരും തോക്കണം. അപ്പോൾ ഈ 3 അപ്രോച്ചുകളിൽ എന്തൊക്കെയാണ് അതിൽ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പോയിന്റ് ആയിട്ട് പറയണത്. വിൻ ലൂസും ലൂസ് വിനും ഒന്നല്ല. കാരണം വിന്ന് ചെയ്യുന്ന ആള് ഇപ്പോൾ എൻ്റെ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ വിൻ ചെയ്യുകയാണ്, പക്ഷെ ലൂസ് വിന്നിൽ ഞാൻ തോക്കുകയാണ്. 3 വ്യത്യസ്തമായിട്ടുള്ളതാണ്. നമ്മളിത് വായിച്ചു വരുമ്പോൾ അത് മനസ്സിലാവും. വിൻ ലൂസ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി മറുഭാഗത്തിനെ ഏതെങ്കിലും വഴി എങ്ങനെയെങ്കിലും തോപ്പിച്ചേ പറ്റൂ എന്നുള്ള രീതിയിലുള്ളതാണ്. വൺ പാർട്ടി ഓർ ഗ്രൂപ്പ് അഡോപ്റ്റ്സ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്, മീൻസ് ആൻഡ് അപ്രോച്ചസ് എയിംഡ് അറ്റ് എൻഷ്യൂറിങ് ഡിഫീറ്റ് ഓഫ് ഒപ്പോണന്റ് പാർട്ടി ആൻഡ് വിക്ടറി ഫോർ ദംസെൽവ്സ്. ഞാൻ എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ, ഏതെങ്കിലും വഴി കൂടെ ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു സ്റ്റാൻഡ് ഒരാൾ എടുക്കുകയാണ്. അതാണ് വിൻ ലൂസ് അപ്രോച്ചിൽ. ഇൻ അതർ വേർഡ്സ്, വൺ ഗ്രൂപ്പ് ട്രൈസ് ടു തവാട്ട് അനദർ ഗ്രൂപ്പ് ഫ്രം റീച്ചിങ് ദ ടാർഗറ്റ്. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പാടില്ല, മറുഭാഗം ഒരു കാരണവശാലും ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പാടില്ല, ഓർ ഗോൾ, സോ ദാറ്റ് ദേ ക്യാൻ റീച്ച് ദ ഗോൾ. ഞാനേ ഈ ഗോളിൽ എത്താൻ പാടുള്ളൂ, മറുഭാഗം ഒരു കാരണവശാലും ഗോൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. This approach has 2 underlying assumptions. 2 assumptions ഉണ്ട് ഇതിൽ. ഒന്ന്, conflict among people is inevitable and unanimity is impossible. അതായത് നമ്മൾ തമ്മിലുള്ള യുദ്ധം അത് യുദ്ധമായിട്ടേ കണ്ടിന്യൂ ചെയ്യുള്ളൂ. നമ്മൾ തമ്മിൽ ഒരു സന്ധിയോ ഒരു പീസ് എഗ്രിമെൻറ്റോ ഒന്നുമില്ല, ഇത് യുദ്ധമായിട്ടേ മുമ്പോട്ട് പോവുള്ളൂ. 2, ഗെയിൻ ഓഫ് വൺ പാർട്ടി റിസർവ്സ് ഇൻ ലോസ് ഓഫ് ദ അതർ പാർട്ടി. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ എനിക്കുണ്ടായിക്കഴിഞ്ഞാൽ മറുഭാഗത്തിൻ്റെ തോൽവിയാണ്.
ഇത് കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പോവുകയാണ്. ഒരു ഭാഗം ജയിക്കും, മറുഭാഗം തോക്കും എന്നുള്ള ഒരു ആസ്പെക്റ്റ് പോകുന്ന ഒരു കൺസെപ്റ്റാണ് വിൻ ലൂസ് അപ്രോച്ച്. ഇല്ല, ഇൻ അതർ വേർഡ്സ് ഓൺലി വൺ പാർട്ടി ക്യാൻ വിൻ ആൻഡ് റീച്ച് ദ ഗോൾ. ഒരു വശത്തിന് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദി അതർ പാർട്ടി ഈസ് ബൗണ്ട് ടു ഫെയിൽ ഇൻ ദ പ്രോസസ്. മറ്റു ഭാഗം തോറ്റേ പറ്റൂ, കാരണം തോപ്പിച്ചിരിക്കും. തോപ്പിക്കണം എന്നുള്ള സ്റ്റാൻഡ് ഇപ്പോൾ വരെയാണ്. ഇൻ സച്ച് സിറ്റുവേഷൻസ് കോൺഫ്ലിക്ട്സ് ഡു അറൈസ്. അപ്പം കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ട്, യുദ്ധം ഉണ്ട് അവിടെ. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ഇതിൽ എവറിത്തിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ. അതായത് പ്രേമമായിരുന്നാലും യുദ്ധമായിരുന്നാലും അത് കൈവരിക്കാനായിട്ട്, അതിൻ്റെ ലക്ഷ്യം കൈവരിക്കാൻ എന്ത് അടവ് ഉപയോഗിച്ചാലും അത് ശരിയാണ്. കാരണം ലക്ഷ്യം കൈവരിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഇൻ ദ എൻഡ് ഇറ്റ് ഈസ് ദ എൻഡ് ദാറ്റ് മാറ്റേഴ്സ്. ലക്ഷ്യം കൈവരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇറ്റ് ഈസ് ദ എൻഡ് ദാറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ലക്ഷ്യം കൈവരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആൻഡ് നോട്ട് ദ മീൻസ് എംപ്ലോയിഡ് ടു അച്ചീവ് ദ എൻഡ്. ഏത് വഴി കൂടെ അത് സാധിക്കുന്നു എന്നുള്ളതല്ല, ഏത് ചതി വേണം പ്രയോഗിക്കാം. മറുഭാഗം തോറ്റിരിക്കണം, മറുഭാഗം ലക്ഷ്യം കൈവരിക്കാൻ പാടില്ല. എന്ത് ചതി വേണോ ഉപയോഗിക്കാം, എന്ത് വഴി കൂടെ വേണോ ഉപയോഗിക്കാം. ഇത്രയാണ് ഈ വിൻ ലൂസ് അപ്രോച്ചിലുള്ളത്. ഇനി അടുത്തത് ലൂസ് അപ്രോച്ച്. രണ്ട് ഭാഗം തോക്കുകയാണ്. നൺ ഓഫ് ദ പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദ സ്ട്രഗിൾ സ്റ്റാൻഡ് ടു ഗെയിൻ മച്ച്. രണ്ട് ഭാഗവും അവർക്ക് ഒരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല. ആൻഡ് ആർ നോട്ട് ഏബിൾ ടു കോസ് വാട്ട് ദേ വാണ്ടഡ് ടു ഹാപ്പൻ. അവർക്ക് എന്ത് സാധിക്കണം എന്ന് വിചാരിച്ചോ അത് നടക്കാനും പോകുന്നില്ല. അതിൽ ചില അണ്ടർലൈങ് അസംഷൻസ് ഉണ്ട്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഒന്നും ഇല്ലാത്തതിനേക്കാളും നല്ലതാണ് എന്നുള്ള ഒരു അസംഷൻ അവിടെ ഉണ്ട്. രണ്ട്, ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റേ അവേ ഫ്രം സ്ട്രഗിൾ ദാൻ ഇൻഡൾജിങ് ഇൻ ഇറ്റ് ആൻഡ് വേസ്റ്റിംഗ് റിസോഴ്സസ്. നമ്മൾ തമ്മിൽ അടി കൂടുന്നത് വെറുതെയാണ്. അടി കൂടിയിട്ട് കാര്യമില്ല, കാരണം അടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ബെറ്റർ അടി ഉണ്ടാക്കാതെ ഇരിക്കുക എന്നുള്ള ഒരു അസംഷൻ. അടുത്തത്, when groups reconcile with each other after initial bouts of struggle, the lose-lose approach is exemplified. ഇവര് ഏറ്റവും അവസാനം നമ്മൾ അടിയൊന്നും ഉണ്ടാവണ്ട, നമുക്ക് രമ്യതയിൽ വരാം എന്ന് നമ്മൾ തീരുമാനം എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ലൂസ് അപ്രോച്ച് എത്രത്തോളം അത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് വരുന്നത്. നാലാമത്തെ പോയിന്റ്, another characteristic of this approach is that it results in quick solution of the problem and values and motives of individuals do not find place. പ്രോബ്ലം പെട്ടെന്ന് റിസോൾവ് ചെയ്യും. നമ്മുടെ സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തികളുടെ വാല്യൂസ് മോട്ടീവ്സ് ഒന്നും അവിടെ വലിയ കാര്യമില്ല. കാരണം ലൂസ് സിറ്റുവേഷൻ ആണ്. യുദ്ധം എങ്ങനെ മുമ്പോട്ട് പോയാലും രണ്ട് ഭാഗത്തിനും തോൽവിയേ ഉള്ളൂ. വെറുതെ നമ്മുടെ റിസോഴ്സസ് വേസ്റ്റ് ചെയ്യുക. അതാണ് ഈ ലൂസ് അപ്രോച്ചിലുള്ളത്. ഇനി അടുത്തത്, ഈ മൂന്നാമത്തത് വിൻ വിൻ. ഞാൻ ടൈപ്പ് ചെയ്തതിൽ തെറ്റിപ്പോയതാണോ എന്നാണ്. ഞാൻ അത് ചെക്ക് ചെയ്യാം, അത് നോക്കുക. ഇതിലിപ്പോൾ ഞാൻ ഒരു സെക്കൻഡ്, ഞാൻ ആ നോട്ട് ഒരു സെക്കൻഡ്. ഞാൻ വേറെ മെറ്റീരിയലാണ് റെഫർ ചെയ്യുന്നത്, അതിൽ വിൻ വിൻ ആണ്. വേറെ മെറ്റീരിയലാണ് റെഫർ ചെയ്യുന്നത്. അത് ഈ ഫസ്റ്റ് സി എന്ന് കൊടുത്തത് റോങ് ആണ് സാർ. ഫസ്റ്റ് അതായത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് സാധ്യത. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആവാൻ സാധ്യത. വിൻ വിൻ അപ്രോച്ച്, വിൻ ലൂസ് അപ്രോച്ച്, ലൂസ് വിൻ അപ്രോച്ച്. അതിൽ ഈ മൂന്നാമത്തെ ലൂസ് വിൻ അപ്രോച്ച് എന്ന് പറയുന്നത് ആക്ച്വലി അപ്പം വിൻ വിൻ അപ്രോച്ചാണ്. അപ്പം ആയിക്കോട്ടെ. ആ ടൈപ്പിംഗ് അതിലുള്ള ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ആയിക്കോട്ടെ. റൈറ്റ്, ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വിൻ വിൻ അപ്രോച്ച്. അപ്പോൾ ഇത് വിൻ വിൻ അപ്രോച്ചാണ്. ഞാൻ ആ ടൈപ്പിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തോളാം. റൈറ്റ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ്, കൺസിഡേർഡ് ഐഡിയൽ ഫോർ എ റിഡക്ഷൻ ഓഫ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ വാറിംഗ് പാർട്ടീസ്. ഈ വിൻ വിൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഈസ് കൺസിഡേർഡ് ആസ് ദി ഐഡിയലാണ്, ഏറ്റവും നല്ല ഒരു അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ബോത്ത് പാർട്ടീസ് റിസോർട്ടിംഗ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് മെഷേഴ്സ് ആൻഡ് ടെക്നിക്സ് ടു അറൈവ് അറ്റ് എ കോൺഷ്യസ് സൊല്യൂഷൻ ഓഫ് ദ സ്ട്രഗിൾ സോ ദാറ്റ് ഓൾ ദ കൺസേൺ പാർട്ടീസ് ആർ ബെനിഫിറ്റഡ് ടു ദ മാക്സിമം. അതായത് നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ തമ്മിൽ ഒരു കോപ്പറേഷൻ ഉണ്ടാവാം, നമ്മൾ മ്യൂച്വലായിട്ട് നമുക്ക് ലക്ഷ്യം കൈവരിക്കാനായിട്ട് നമ്മൾ തമ്മിലുള്ള സ്പർദ്ധ ഏതൊക്കെ രീതിയിൽ കുറയ്ക്കാം എന്നുള്ള ഒരു സ്റ്റാൻഡ് പോയിന്റാണ് ഇവിടെ ഉള്ളത്. അടുത്തത്, അണ്ടർലൈങ് അസംഷൻ ഇൻ ദിസ് അപ്രോച്ച് ഈസ് ദാറ്റ് ഇറ്റ് കൺസിഡേഴ്സ് എ സ്ട്രഗിൾ ആസ് എ മ്യൂച്വൽ പ്രോബ്ലം. അതായത് നമ്മൾ തമ്മിലുള്ള ഈ വഴക്ക് അല്ലെങ്കിൽ തർക്കം എന്നുള്ളത് രണ്ട് ഭാഗത്തിനും ഉള്ളതാണ്. നമുക്ക് നമ്മുടേതായ ചില പോയിന്റ്സ് ഉണ്ട് തർക്കത്തിന്. അത് സംസാരത്തിൽ കൂടെ, ചർച്ചയിൽ കൂടെ അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. എല്ലാം ചർച്ചയിൽ കൂടെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു സ്റ്റാൻഡ് പോയിന്റാണ്. തർക്കം നമ്മൾ അംഗീകരിക്കുന്നു,
ചർച്ച വഴി അത് പരിഹരിക്കാമെന്നും നമ്മൾ അംഗീകരിക്കുന്നു. which can be solved amicably. മ്യൂച്വലായിട്ട് നമുക്ക് അത് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇറ്റ് ലൈസ് എംഫാസിസ് ഓൺ ദ ഡിഫിക്കൽട്ടീസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ബോത്ത് പാർട്ടീസ് ആൻഡ് നോട്ട് ഓൺ ദ മീൻസ് ഓഫ് എൻഷുറിങ് വിക്ടറി. നമുക്ക് ഇത് വിക്ടറി കിട്ടണം എന്നുള്ള ഒരു സ്റ്റാൻഡ് പോയിന്റ് അല്ല, നമ്മൾ തമ്മിലുള്ള ഡിഫറൻസസും നമ്മൾ തമ്മിലുള്ള പ്രോബ്ലംസ് എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ടുള്ള എംഫാസിസ് ഉള്ളത്. അല്ലാതെ ജയം കൈവരിക്കണം എന്നുള്ളതല്ല, നമ്മൾ തമ്മിലുള്ള പ്രോബ്ലംസ് എങ്ങനെ റിസോൾവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ബോത്ത് പാർട്ടീസ് സിറ്റ് ടുഗദർ ആൻഡ് വർക്ക് ഓൺ ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് എങ്ങനെ നമുക്ക് രമ്യത എത്താം എന്നുള്ളത് നോക്കുന്നു. ഹൂവർ റീച്ചസ് ദ സൊല്യൂഷൻ ഫസ്റ്റ് അക്വൈൻസ് ദി അതർ പാർട്ടി. നമ്മൾ ആദ്യം ഒരു സൊല്യൂഷൻ ആര് കൈവരിക്കുന്നു, നമ്മൾ ഒരു സൊല്യൂഷൻ വാക്കാൽ നമുക്ക് എങ്ങനെ സാധിക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറുഭാഗത്തിനെ അത് ധരിപ്പിക്കുന്നു. നോക്കൂ, ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് രമ്യതയിൽ എത്താൻ പറ്റും എന്നുള്ളത് ധരിപ്പിക്കുന്നു. ദസ് എ സൊല്യൂഷൻ അറൈവ്ഡ് അറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു ആൾ കൺസേൺഡ്. സൊല്യൂഷൻ അറൈവ് ചെയ്യുന്നത് രണ്ടു പേർക്കും സ്വീകാര്യമാണ്. ഇതാണ് വിൻ വിൻ അപ്രോച്ചിനെ കുറിച്ചുള്ളത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇനി രണ്ട് സ്ട്രാറ്റജീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അറിഞ്ഞിരിക്കണം ഈ സ്ട്രാറ്റജീസ് എന്താണെന്നുള്ളത്. ബ്ലേക്ക് ആൻഡ് മോർട്ടൺ സ്ട്രാറ്റജി. ബ്ലേക്ക് ആൻഡ് മോർട്ടൺ സ്ട്രാറ്റജി ഇപ്പോൾ ഉണ്ട്. പിന്നെ ഒരു 2 ഡയമെൻഷണൽ സ്ട്രാറ്റജിയും ഉണ്ട്. ഇനി എന്താണ് ഈ ബ്ലേക്ക് ആൻഡ് മോർട്ടൺ സ്ട്രാറ്റജി? പീപ്പിൾ അഡോപ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് 5 സ്ട്രാറ്റജീസ് ഫോർ റിഡക്ഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് സ്ട്രഗിൾ. കോൺഫ്ലിക്റ്റും ഈ തർക്കം എന്നുള്ളത് അത് കുറയ്ക്കാനായിട്ട് ഈ താഴെ പറയുന്ന ഈ ബ്ലേക്ക് ആൻഡ് മോർട്ടണിൽ 5 സ്ട്രാറ്റജിയെ കുറിച്ചാണ് പറയുന്നത്. ഈ 5 എണ്ണം എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് വിഡ്രോയിങ്. ഇൻ ദിസ് ദ പേഴ്സൺ റിസോൾവ്സ് ദ പ്രോബ്ലം ബൈ സ്റ്റെപ്പിംഗ് ബാക്ക് ഫ്രം ദ സിറ്റുവേഷൻ ഓഫ് സ്ട്രഗിൾ. നമ്മൾ തമ്മിലൊരു സ്ട്രഗിൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പിന്മാറുന്നു, വിഡ്രോ ചെയ്യുന്നു. ഞാൻ ആ സ്ട്രഗിളിൽ ഏർപ്പെടുന്നില്ല, ഞാൻ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ അതൊരു ലൂസ് അപ്രോച്ചാണ്, എന്നാലും ഞാൻ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ കോൺഫ്ലിക്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അടുത്തത് 6th പേജിൽ സ്മൂത്തിങ്. സെക്കൻഡ് എന്ന് പറയുന്നത് സ്മൂത്തിങ് എന്നാണ്. ദിസ് കംപ്രൈസസ് ഓഫ് പുട്ടിങ് എൻഫാസിസ് ഓൺ പോയിന്റ്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതിൽ നമ്മൾ ഒരു സ്ട്രെസ് കൊടുക്കുന്നു. ആൻഡ് അവോയ്ഡിങ് ഡിസ്കഷൻ ഓൺ മാറ്റേഴ്സ് ഓഫ് ഡിബേറ്റ് ഓർ കോൺട്രവേഴ്സി. നമ്മൾ തമ്മിൽ എന്തൊക്കെ സ്പർദ്ധയുണ്ടോ, എതിർപ്പുണ്ടോ, നമ്മൾ അതിനെ ഒഴിവാക്കി കോമൺ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ചേർച്ചയുണ്ടോ, ആ ചേർച്ചയായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു. സ്പർദ്ധയുള്ള വിഷയങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. Thus, this approach tries to minimize differences between the 2 warring factions. 2 warring factionസും തമ്മിലുള്ള ഡിഫറൻസസ് മിനിമൈസ് ചെയ്യാൻ നോക്കുന്നു. ഇതും ഒരു കണക്കിന് ലൂസ് അപ്രോച്ചാണ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോംപ്രമൈസിങ്. ദിസ് സ്ട്രാറ്റജി സീക്സ് ടു ഡിക്രീസ് ഡിഫറൻസസ് ത്രൂ ഡിസ്കഷൻ വഴി ഒരു കോംപ്രമൈസ് എത്താൻ നോക്കുന്നു. ഇതും ഒരു ലൂസ് അപ്രോച്ചാണ്. അടുത്തത് ഫോഴ്സിങ്. This method is an all or none approach in that it takes a competitive stand. Forcing a വാക്ക് തന്നെ ശ്രദ്ധിക്കുക. ബലാത്കാരേണ is forcing. This approach is an all or none approach. എല്ലാം ഒന്നീ കിട്ടണം, ഇല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ള ഒരു അപ്രോച്ചാണ്. It takes a competitive stand. It is this way or that way approach. ഒന്നീ ഈ വഴി അല്ലെങ്കിൽ ആ വഴി, അത് ഞാൻ ജയിക്കണം, മറുഭാഗം തോക്കണം എന്നുള്ള ഒരു അപ്രോച്ചാണ് ഫോഴ്സിംഗ് എന്നുള്ളത്. അടുത്തത് കൺഫർട്ടേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. Both parties openly discuss all matters and the best mutually acceptable solution is accepted. ഇത് വിൻ അപ്രോച്ചാണ്. രണ്ട് ഭാഗവും ഡിസ്കഷനിൽ കൂടെ, ചർച്ചയിൽ കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അവർ രണ്ടുപേർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൈവരിക്കുന്നു. കൺഫർട്ടേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. കൺഫ്രണ്ടേഷൻ ആണ്. അവർ പ്രോബ്ലംസിനെ കൺഫ്രണ്ട് ചെയ്യുന്നു. എന്തൊക്കെയാണ് എതിർപ്പുള്ള പോയിന്റുകൾ അവർ ഡിസ്കസ് ചെയ്യുന്നു, അവർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ഇറ്റ്സ് എ വിൻ അപ്രോച്ച്. ഇനി അടുത്തത് 2 ഡയമെൻഷണൽ മോഡൽ. ദിസ് മോഡൽ പ്രൊസീംസ്, അതിനൊരു പ്രസംഷൻ ഉണ്ട് ഈ 2 ഡയമെൻഷണൽ മോഡലിന്. All sorts of conflict handling behavior can be understood in terms of 2 dimensions. 2 ഡയമെൻഷനിൽ കൂടെ എന്ത് കോൺഫ്ലിക്റ്റ് ആയിരുന്നാലും ആ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ചുറ്റുപാടിനെ ഒരു 2 ഡയമെൻഷനിൽ കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അസംഷനാണ് ഈ 2 ഡയമെൻഷൻ മോഡൽ എന്നുള്ളത്. എന്താണ് ഈ 2 ഡയമെൻഷൻസ്?
ഒന്ന് അസർട്ടീവ്നെസ്, രണ്ട് കോപ്പറേഷൻ. 2-dimensional മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ വാക്കുകൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് അസർട്ടീവ്നെസ്സും രണ്ടാമത്തത് കോപ്പറേഷനുമാണ്. Thus, these two basic dimensions of behavior define 5 different modes for responding to conflict situations. കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഒരു ചുറ്റുപാടിനെ 5 തരത്തിൽ നമുക്ക് അതിനെ കാണാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെയാണ് ഈ 5 തരക്കാരെന്ന് പറയുന്നത്? ഒന്ന്, കമ്പീറ്റിംഗ്. കമ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇറ്റ് ഈസ് അസേർട്ടീവ് ആൻഡ് അൺകോപ്പറേറ്റീവ്. അത് അസേർട്ടീവാണ്, പക്ഷേ അൺകോപ്പറേറ്റീവ് ആണ്. 2 ഡയമെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നി അത് അസേർഷനും കോപ്പറേഷനുമാണ്. അപ്പോൾ ഇത് കമ്പീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അസേർട്ടീവ് ബട്ട് അൺകോപ്പറേറ്റീവ്. ആൻഡ് ഇൻഡിവിജ്വൽ പെർസ്യൂസ് ഹിസ് ഓൺ കൺസേൺസ് അറ്റ് ദ അതർ പേഴ്സൺസ് എക്സ്പെൻസ്. മറ്റയാളുടെ ചെലവിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അതാണ് കമ്പീറ്റിംഗ്. അതിൽ ദിസ് ഈസ് എ പവർ ഓറിയൻറ്റഡ് മോഡ് ഇൻ വിച്ച് യു യൂസ് വാട്ട് എവർ പവർ സീംസ് അപ്രോപ്രിയേറ്റ് ടു വിൻ യുവർ ഓൺ പൊസിഷൻ. സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി എന്ത് വേണോ ചെയ്യും. യുവർ എബിലിറ്റി ടു ആർഗ്യൂ യുവർ റാങ്ക് ഓർ എക്കണോമിക് സാങ്ഷൻസ്. നമ്മുടെ ഇത് ആർഗ്യൂ ചെയ്യാനായിട്ടോ നമ്മുടെ റാങ്കോ എന്ത് വേണോ നമ്മൾ ഉപയോഗിക്കും മറ്റാളുടെ ചെലവിൽ നമ്മുടെ ലക്ഷ്യം കൈവരിക്കാനായിട്ട്. കമ്പീറ്റിംഗ് മീൻസ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ യുവർ റൈറ്റ്സ്. സ്വന്തം റൈറ്റ്സിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നതിനെയാണ് കമ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡിഫെൻഡിങ് എ പൊസിഷൻ വിച്ച് യു ബിലീവ് ഈസ് കറക്റ്റ്. എനിക്ക് ശരിയാണ് എന്ന് തോന്നുന്ന പൊസിഷൻ ഞാനത് ആർഗ്യൂ ചെയ്ത് ഞാനത് ശരിയാണെന്ന് പറഞ്ഞ് ഞാൻ സ്ഥാപിക്കുന്നു. ഈസ് കറക്റ്റ് ആൻഡ് സിംപ്ലി ട്രൈൻ ടു വിൻ. ഞാൻ ജയിക്കാനാണ് നോക്കുന്നത്, തോക്കാനല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെയാണ് കമ്പീറ്റിംഗ് എന്ന് പറയുന്നത്. വേർ ഐ ആം അസേർട്ടിങ് മൈസെൽഫ്, ഐ ആം നോട്ട് കോപ്പറേറ്റിംഗ് വിത്ത് ദി അതർ പേഴ്സൺ. മറ്റാളുടെ ചെലവിൽ ഞാൻ ജയിക്കാൻ നോക്കുകയാണ്. സോ ഐ ആം അസേർട്ടിങ് മൈസെൽഫ് ആൻഡ് ഐ ആം നോട്ട് അറ്റ് ഓൾ കോപ്പറേറ്റിംഗ് വിത്ത് അതർ പേഴ്സൺ. അതുകൊണ്ടാണ് അവിടെ അൺകോപ്പറേറ്റീവ് എന്ന് പറഞ്ഞത്. 2, അക്കോമഡേറ്റിംഗ്. ഈ അക്കോമഡേറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൺഅസേർട്ടീവ്. ഞാൻ അങ്ങോട്ട് ബലാത്കാരാണ് ഒന്നും ചെയ്യുന്നില്ല. ഐ ആം അൺഅസേർട്ടീവ് ആൻഡ് ഐ ആം കോപ്പറേറ്റീവ് ആണ്. അപ്പോൾ അതാണ് അക്കോമഡേറ്റിംഗ്. ഞാൻ അക്കോമഡേറ്റ് ചെയ്യാണ്, മറുഭാഗത്തിൻ്റെ കാര്യങ്ങളും കൂടെ ഞാൻ അക്കോമഡേറ്റ് ചെയ്യാണ്. ദ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ഓഫ് കമ്പീറ്റിംഗ്. കമ്പീറ്റിംഗിൻ്റെ നേരെ എതിർവശമാണിത്. When accommodating, the individual neglects his own concerns to satisfy the concerns of the other person. മറ്റൊരാളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വയ്ക്കുന്നു. ഈ അക്കോമഡേറ്റിങ്ങിൽ മറ്റൊരാൾക്ക് മുൻതൂക്കം ഞാൻ കൊടുക്കുന്നു. അടുത്തത് അവോയ്ഡിങ്. അവോയ്ഡിങ് ഈസ് അൺഅസേർട്ടീവ് ആൻഡ് അൺകോപ്പറേറ്റീവ്. അത് അൺഅസേർട്ടീവ് ആണ്, അൺകോപ്പറേറ്റീവ് ആണ്. അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല, ഒരു മ്യൂച്വലായിട്ട് ഒരു കാര്യങ്ങൾ ഇല്ലയും താനും. അവോയ്ഡ് ചെയ്യണം അവിടെ. ദ പേഴ്സൺ നീദർ പെർസ്യൂസ് ഹിസ് ഓൺ കൺസേൺസ്. അതായത് പെർസ്യൂയിങ് വൺസ് ഓൺ കൺസേണിനെയാണ് അസേർഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ ഇൻ അവോയ്ഡിങ് ഹി ഈസ് നോട്ട് പെർസ്യൂയിങ് ഹിസ് ഓൺ കൺസേൺസ് നോർ ദോസ് ഓഫ് ദി അതർ ഇൻഡിവിജ്വൽ. മറ്റാൾക്കും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. Thus, he does not deal with the conflict. ആ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആൾ വരുന്നതേ ഇല്ല. ആൾ അവോയ്ഡ് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അടുത്തത് കൊളാബറേറ്റീവ്. കൊളാബറേറ്റീവ് ഈസ് ബോത്ത് അസേർട്ടീവ് ആൻഡ് കോപ്പറേറ്റീവ്. അത് അസേർട്ടീവും ചെയ്യുന്നുണ്ട്, കോപ്പറേറ്റീവും ചെയ്യുന്നുണ്ട്. ദ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ഓഫ് അവോയ്ഡിങ്. അവോയ്ഡിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നേരെ വിപരീതമായിട്ടുള്ളത്. അവോയ്ഡിങ് ആണെങ്കിൽ അൺഅസേർട്ടീവ്, അൺകോപ്പറേറ്റീവ്. കൊളാബറേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസേർട്ടീവ് ആൻഡ് കോപ്പറേറ്റീവ്. Collaborating involves an attempt to work with others to find some solution that fully satisfies their concerns. മറ്റ് ഭാഗമായിട്ടും എതിർഭാഗമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് മ്യൂച്വലി അക്സെപ്റ്റബിൾ ഒരു സിറ്റുവേഷൻ കൈവരിക്കാൻ നോക്കുന്നതിനെയാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് 5ാമത് കോംപ്രമൈസിങ്. കോംപ്രമൈസിങ് ഈസ് മോഡറേറ്റ് ഇൻ ബോത്ത് അസേർട്ടീവ്നെസ് ആൻഡ് കോപ്പറേറ്റീവ്നെസ്. അതൊരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അസേർട്ടീവിനെയും ഈ കോപ്പറേറ്റീവിലും. The objective is to find some expedient, mutually acceptable solution that partially satisfies both parties. ആ വാക്ക് ശ്രദ്ധിക്കുക, പാർഷ്യലി സാറ്റിസ്ഫൈസ്. കോംപ്രമൈസിങ്ങിൽ അവിടെ അതാണ് വ്യത്യാസം. ഈ കൊളാബറേറ്റിങ്ങും കോംപ്രമൈസിങ് തമ്മിലുള്ള വ്യത്യാസം അതാണ്. കോംപ്രമൈസിങ് എന്ന് പറയുന്നത് പാർഷ്യൽ സാറ്റിസ്ഫാക്ഷനെ അവിടെ നോക്കുന്നുള്ളൂ. പിന്നെ അസേർട്ടീവ്നെസ്സും കോപ്പറേറ്റീവ്നെസ്സും മോഡറേറ്റ് ആണ്, അതായത് അധികം ശക്തിയില്ലാത്തതാണ്, ഒരു മോഡറേഷനിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കോംപ്രമൈസിങ് ആണ്. ഇത്രയാണ് ഈ 5 പോയിന്റ്സ്. ഇനി അത് അല്ലാതെ ഒരു അഡീഷണൽ ഒരു പോയിന്റും കൂടെ ഉണ്ട്.
third party intervention. Another way of resolving group conflict is to seek mediation of an arbitrator or third party. ഒരു ആർബിട്രേഷൻ, ഒരു മൂന്നാമത് ഒരാളുടെ സഹായത്തോടു കൂടി ഒരു രമ്യത വരാനായിട്ട് നോക്കും. ഇവിടെ അവോയ്ഡിങ് ചിലപ്പോൾ നമുക്ക് അസർട്ടീവായി തോന്നിയേക്കാം. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, അത് ചിലപ്പോൾ ഡിപ്ലോമാറ്റിക്കലി ഉള്ള ഒരു ഐഡിയ ആയിരിക്കാം, വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തിട്ട് നല്ലൊരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവമായിരിക്കാം എന്നും കൂടി പറയുന്നുണ്ട്. നോട്ടിൽ കുറച്ചുകൂടെ മറ്റ് കുറച്ച് അഡീഷണൽ കാര്യങ്ങളുണ്ട്. നോട്ടിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോയില്ല, ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ ഇവിടെ പറയുന്നത്, അറിഞ്ഞിരിക്കാൻ വേണ്ടി. ജസ്റ്റ് എന്താണ് അവോയ്ഡിങ് എന്നുള്ളത് നോട്ടിൽ പറയുന്നുണ്ട്. ഇത് നമുക്ക് പിന്നീട് ഒരു സമയത്തിന് വേണ്ടി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അവിടെ വരുന്നുണ്ട്. വേറൊരു സമയം, ഒരു നല്ലൊരു സമയം വരുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റുകളെല്ലാം അവിടെ ഉണ്ട്. അത് നിൽക്കട്ടെ. അടുത്ത തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ, അതായത് ഒരു മീഡിയേറ്ററിൻ്റെ സഹായത്തോട്, മൂന്നാമത് ഒരാളുടെ സഹായത്തോടു കൂടി നമ്മളൊരു രമ്യത കൈവരിക്കാനായിട്ട് നോക്കുന്നു. ദിസ് തേർഡ് പാർട്ടി ട്രൈസ് ടു അറൈവ് അറ്റ് എ സൊല്യൂഷൻ കീപ്പിംഗ് ഇൻ വ്യൂ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാറിംഗ്. രണ്ട് ഭാഗവും കേട്ടിട്ട്, ഇപ്പോൾ കോടതിയിലെല്ലാം മീഡിയേഷൻ, ഒരു കേസ് മീഡിയേഷൻ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയേറ്റർ, ഒരു തേർഡ് പാർട്ടി ഉണ്ടാവും. രണ്ട് ഭാഗവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളായിരിക്കും. ഒരു ഇംപാർഷ്യലായിട്ടുള്ള ഒരാൾ, ന്യൂട്രലായിട്ടുള്ള ഒരാൾ രണ്ട് ഭാഗവും കേട്ടിട്ട് ഏതാണോ രണ്ട് ഭാഗവും, ഇതൊക്കെ രണ്ട് ഭാഗത്തിൻ്റെയും അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ മുമ്പോട്ട് വയ്ക്കുന്നു. അതാണ് മീഡിയേറ്റർ ചെയ്യുന്നത്. സൊല്യൂഷൻ ജനറേറ്റഡ് ബൈ ദ തേർഡ് പാർട്ടി ഈസ് ബൈൻഡിങ് ഓൺ ഓൾ ദ കൺസേൺഡ് പാർട്ടീസ്. പുള്ളി പറയുന്ന സൊല്യൂഷൻ വേണത് രണ്ടു പേർക്കും ബാധകമാണ്. അതാണ് തേർഡ് പാർട്ടി ഇൻ്റർവെൻഷനിൽ ഉള്ളത്, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി അടുത്ത ലാസ്റ്റായിട്ട് ഒരു ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ഇട്ടിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രൈബൽ പ്രോബ്ലംസ് ഉണ്ട്, കാസ്റ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ട്, കമ്മ്യൂണൽ പ്രോബ്ലംസ് ഉണ്ട്, ലേബർ മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്, സ്റ്റുഡൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്, ലാൻഡ് ലോർഡ് ടെനൻറ്റ് പ്രോബ്ലം ഉണ്ട്, ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്, ജോബ് പ്രോബ്ലം ഉണ്ട്, കൺഫ്രണ്ടേഷൻ ബിറ്റ്വീൻ അറേഞ്ച്ഡ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്ഡ് ക്ലാസ്. ഇതൊക്കെയാണ് ഇന്ത്യയിലുള്ള ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിൻ്റെ ചില എക്സാമ്പിൾസ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മുടെ ഈ യൂണിറ്റിൽ അറിഞ്ഞിരിക്കാനുള്ളത്. പോയിന്റ് ഫോമിലാണ് ഞാൻ തന്നിട്ടുള്ളത്. ടെക്സ്റ്റ് ഈ പോയിന്റ് സ്ട്രെസ് ചെയ്ത് ഒരു 4-5 പ്രാവശ്യം ഇത് വായിച്ചിട്ട് പിന്നീട് ടെക്സ്റ്റ് ഒരു ആവർത്തി വായിക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് കുറച്ചുകൂടെ ചില കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോയിന്റ്സ്, ഞാൻ ഈ നോട്ടിൽ ഇട്ടിരിക്കുന്ന പോയിന്റുകളെല്ലാം ടെക്സ്റ്റിൽ നിന്നുള്ളതാണ്. ഒരു കൈ നിട്ട ഒരു വാക്കും അതിനകത്തില്ല. ടെക്സ്റ്റുള്ള അതേ സെൻറ്റൻസിലാണ് ഡിറ്റോ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മെയിൻ പോയിന്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ്. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ സോഷ്യൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ഇറ്റ്സ് റെസൊല്യൂഷൻ ഇത്രയാണുള്ളത്. താങ്ക് യു സർ. നമ്മളിതാണ് ഉദ്ദേശിക്കുന്നത്, ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു യൂണിറ്റ് കവർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഞാൻ ഈ പേപ്പർ നമ്മളൊരു തീരുമാനം എടുത്തല്ലോ എല്ലാ ദിവസവും ഒരു യൂണിറ്റ് എന്ന രീതിയിൽ. അപ്പോൾ അത് കണക്കാക്കി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു. കാരണം ഏതായാലും എക്സാം അടുത്ത് വന്ന് നിൽക്കുകയാണ്, ഞാൻ ഈ പേപ്പർ എഴുതുകയാണ്. അപ്പം എനിക്കും കൂടെ ഹെൽപ്ഫുള്ളായി ഇങ്ങനെ ഒന്ന് പോകുന്നത്. ആ ഒരു വലിയൊരു ആസ്പെക്റ്റ് ഉണ്ട്. സാറ് എന്നെ ഇത് 2 ദിവസം മുമ്പ് എന്നെ വിളിച്ച് അറിയിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വലിയൊരു പ്രചോദനമായത്. അപ്പോൾ അങ്ങനെ എനിക്ക് സാറിൻ്റെ വലിയ കടപ്പാടുണ്ട്. നമുക്ക് നോക്കാം, നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും